റോമാലേഖന പഠനത്തോടുള്ള ബന്ധത്തിൽ ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറായിട്ട്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ആമുഖമായി അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇടയായി. അതിന്റെ ഏറ്റവും അവസാനം പറഞ്ഞ് നിർത്തിയതായ വിഷയം, ഈ പുസ്തകത്തിൽ 5 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നതെന്ന് ഓർപ്പിക്കുവാനായിട്ട് ഇടയായി. ഏതെല്ലാമാണ് 5 കാര്യങ്ങളെന്ന് ഓർക്കുന്നുണ്ടോ? പിന്നെ സാൽവേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, സോവറിനിറ്റി, സർവീസ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അമ്മണി ആന്റി, സോഷാമ ആന്റി US നിന്നാണ് കയറിയിരിക്കുന്നത്. ആമേൻ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ സിൻ, എന്താണ് സിൻ എന്നുള്ളതാണ് ആദ്യമേ നാം നോക്കിയത്. അപ്പോൾ എല്ലാവരും പാപികളാണ് എന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പേഗൻ വേർഷിപ്പേഴ്സ്, അതായത് വിഗ്രഹാരാധികള്, മതഭക്തന്മാര്, ധാർമ്മികമായ നാച്ചുറൽ മാൻ, അങ്ങനെ എല്ലാ സകല മാനവരാശിയും പാപികളാണ് എന്നുള്ളത് പഠിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഹൗ എ പേഴ്സൺ ബിക്കംസ് എ സിന്നർ, എങ്ങനെയാണ് അവൻ പാപിയായി തീർന്നത്, ഇനി അതിന്റെ റിസൾട്ട്, ആ പാപത്തിൽ ജീവിച്ചാലുള്ള റിസൾട്ട് എന്താണ്, അതുമാണ് പാപത്തെക്കുറിച്ചുള്ള അപ്പോസ്തലനായ പൗലോസ് റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുവാനായിട്ട് ഇടയാകുന്നത്. സാൽവേഷൻ, രക്ഷ, എങ്ങനെയാണ് യേശുവിനെ എല്ലാവരെയും രക്ഷിക്കുവാൻ സാധിക്കുക. ആദാമിൽ എല്ലാവരും പാപികളായി തീർന്നപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്നതാണ് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. മൂന്നാമത്തേത് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മെ തളർത്തിക്കളയുന്നത് ജഡവും ന്യായപ്രമാണവുമാണ്. ജഡത്തിൽ നിന്നും ജയം വേണം, ന്യായപ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം. ഇതാണ് വിശുദ്ധീകരണം. അപ്പോൾ എങ്ങനെ വിശുദ്ധീകരിക്കുവാനായിട്ട് കഴിയും? ആത്മാവിൽ ജീവിക്കുന്ന ഒരുവനിൽ മാത്രമേ വിശുദ്ധീകരണം സംഭവിക്കുന്നുള്ളൂ. നാലാമത്തായിട്ട് സോവറൻറ്റി, ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത ഇസ്രായേലാണ് ദൈവത്തിന്റെ പരമാധികാരത്തിൽ. ഇസ്രായേലിനെ ദൈവം എങ്ങനെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഒരുവനെ ദുഷിച്ചു ഒരുവനെ തെരഞ്ഞെടുക്കുവാനായിട്ടിടയായി. അപ്പോൾ അത് എന്തുകൊണ്ട്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ശിശു ജനിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുവാനായിട്ടിടയായി. അപ്പോൾ അവൻ പാപം ചെയ്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ള വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പാസ്റ്റ് എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതാണ്. പ്രസന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന പ്രകാരം അവർ ജീവിക്കാഞ്ഞതുകൊണ്ട് അവരെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചർ, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇനിയും അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു പാഠമുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ നമ്മെ രക്ഷിച്ചതുകൊണ്ട് എന്നേക്കും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. രക്ഷിച്ചുവെങ്കിൽ അതുപോലെ നാം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവം തിരസ്കരിച്ചതുപോലെ തന്നെ നമ്മയും തിരസ്കരിച്ചു കളയും എന്നുള്ളത് ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തത്, അഞ്ചാമത്തതായിട്ട് സർവീസ്, സേവനം എന്നുള്ളതാണ്. നമ്മൾ സേവനം അനുഷ്ഠിക്കേണ്ടത് 2 സ്ഥലത്താണ്. വിശ്വാസികൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സേവനം അനുഷ്ഠിക്കേണ്ടത് 2 സ്ഥലത്താണ്. ഒന്നാമതായി നമുക്കറിയാം, നമ്മൾ സേവനം സഭയിൽ എപ്രകാരമാണ് നമ്മുടെ സഭയിൽ നാം സേവനം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് നമ്മ വചനപ്രകാരം അപ്പോസ്തലനായ പൗലോസ് തിരുവെഴുത്തുകളെ ആധാരമാക്കി പഠിപ്പിക്കുന്നുണ്ട്. 2, സമൂഹത്തിൽ എപ്രകാരം ആയിരിക്കണം എന്നുള്ളത്. കാരണം സഭയിൽ ശരിയായി സേവനം ചെയ്യുവാൻ കഴിയാത്ത ഒരാൾക്ക് സമൂഹത്തിൽ അതുപോലെ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അതിന്റെ ശേഷമാണ് ഉപസംഹാരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് സകലർക്കും നന്ദി കരയേറ്റിക്കൊണ്ട് നിർത്തുന്ന വചനം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ നാം മുന്നോട്ട് കടന്നുപോയാൽ റോമർ ലേഖനം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ മുഖവുരയാണ് അല്ലെങ്കിൽ ആമുഖമാണ്. 18-ാം വാക്യമാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ 1 മുതൽ 18 വരെയുള്ള വിഷയം എന്ന് പറയുന്നത് നാം ആദ്യമേ ഓർപ്പിച്ചതുപോലെ തന്നെ പാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. എന്താണ് പാപം? ആരാണ് പാപി? എങ്ങനെയാണ് ഒരാൾ പാപിയാകുന്നത്?
പാപത്തെ തള്ളിക്കളയേണ്ടതിന്റെ ആവശ്യകത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ അതിനാസ്പദമായിട്ട് നമുക്ക് 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തു യേശുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും എഴുതുന്നത്. ആമേൻ. ഇത്രയും വാക്യം, ഒരു 3 വാക്യങ്ങൾ വായിച്ചു. അതിന്റെ അകത്ത് നിന്ന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റിയ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അതിനകത്ത് നിന്ന് 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർപ്പിക്കാമോ? ആമേൻ. അത് വലിയൊരു വിഷയമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തം. ഇത് എപ്പോഴുള്ള വാഗ്ദത്തമായിരുന്നു എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് ഈ സുവിശേഷം എന്നുള്ളത്. അപ്പോൾ ഇത് പറയുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ എന്ത് ചെയ്തെന്നറിയാമോ? വേർതിരിച്ചു, വിളിക്കപ്പെട്ടു, അപ്പോസ്തലനാക്കി. നോക്കിക്കേ, കാരണം കർത്താവിനോട് കൂടെ നടന്നവരെയാണ് അപ്പോസ്തലത്വത്തിന്റെ പ്രവൃത്തി എന്ന്, അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അവസാനം അകാല പ്രജ പോലെ ഇരിക്കുന്ന എനിക്കും പ്രത്യക്ഷനായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തന്നെ പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്തിനെ കുറിച്ച് എഴുതുന്നു എന്നൊരു ഒരു സമ്മറൈസ് കൺസേൺ എ സേവിയർ, രക്ഷിതാവെന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ദൈവപുത്രനും നമ്മുടെ കർത്താവും. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ദൈവപുത്രനാണ്, നമ്മുടെ കർത്താവാണ്. അടുത്തത് പറയുകയാണ്, പണ്ട് വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുവാനായിട്ട് പോകുന്നത്. പറയുകയാണ്, വേർതിരിച്ച് സുവിശേഷത്തിനായി. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. കാരണം തന്നെ വേർതിരിച്ചത്. 16-ാം വാക്യം ഒന്ന് വായിക്കാം. 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷിക്കാൻ മതി. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിന്റെ കാരണം തന്നെ അതിനായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇന്ന് പലരും സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുവാനുള്ള കാരണം എന്തിനാണ് അവരുടെ കോളിംഗ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ലജ്ജിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോസ്തലനായ പൗലോസിനെ പറയുവാനുള്ള കാരണം അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായിട്ട് തന്നെ വേർതിരിക്കുവാനായിട്ടിടയായി, വിളിച്ച് വേർതിരിക്കുവാനായിട്ടിടയായി. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ പറയുവാൻ അടുത്ത ഒരു വിഷയം, അതുകൊണ്ട് താൻ സുവിശേഷം, ഐ ആം സേവ്ഡ് ബൈ ദ ഗോസ്പൽ, ഐ ആം സെപ്പറേറ്റഡ് ഇൻ ടു ദ ഗോസ്പൽ, ഐ ആം സെർവിങ് ഇൻ ടു ദ ഗോസ്പൽ. അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ കടക്കാരനാകുന്നു. ഐ ആം എ ഡെപ്റ്റർ. കാരണം തന്റെ ജീവിതം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. താൻ അവരുടെ ജീവിതത്തിൽ ഐ ആം എ ഡെപ്റ്റർ. ഇനി 15-ാം വാക്യത്തിൽ വായിക്കാം. 1:15. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരു പ്രിപ്പറേഷൻ പൗലോസിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ വിളിച്ചു, വേർതിരിച്ചു, അപ്പോസ്തലത്വത്തിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ കടക്കാരനാക്കി അത് നിവർത്തീകരിപ്പാൻ താൻ ഒരുങ്ങിയിരിക്കുകയാണ്. തന്നെ അയക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം സുവിശേഷം ലജ്ജയില്ലാതെ പ്രസംഗിക്കേണ്ടതിന് തന്നെ ദൈവം നിയോഗിച്ച് അയച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇൻ ഷോർട്ട്, വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടവൻ
സുവിശേഷത്തിനായിട്ട് വേർതിരിച്ച് വിളിക്കപ്പെട്ടവൻ, സുവിശേഷത്തിൽ രാപകൽ അധ്വാനിക്കുന്നവൻ. ഹല്ലേലൂയ. ഇങ്ങനെ ആയിരിക്കണം ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ കർത്താവിന്റെ അപ്പോസ്തലത്വം അല്ലെങ്കിൽ ശിഷ്യത്വം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ കുറിച്ച് അപ്രകാരം പറയുകയാണ്. അതിന് 9-ാം വാക്യത്തിൽ പറയുകയാണ്, റോമാലേഖനത്തിന്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോഴും റോമയിലേക്ക് താൻ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അവിടെ പറയുക, അപ്പൊ തന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് റോമിൽ പോയി അവിടെയുള്ള ദൈവമക്കളെ കാണണമെന്നുള്ളത്. തന്റെ ജീവിതത്തിലെ ആഗ്രഹമാണ്. 2, തന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ് അവിടെ പോയി കാണണമെന്നുള്ളത്. പക്ഷെ അതെല്ലാം എന്ത് സംഭവിച്ചെന്നറിയാമോ? 15-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, തന്റെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം തടസ്സപ്പെട്ടു എന്ന് പറയുന്ന ഒരു വചനം നമുക്ക് കാണുവാനും കഴിയുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുടക്കം വന്നു. എങ്ങനെയാ പൗലോസെ അങ്ങയുടെ ജീവിതത്തിൽ റോമിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടും പലപ്പോഴും മുടക്കം വന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയും, തന്നെ ആത്മാവ് അതായത് സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കെല്ലാം ആത്മാവ് അയക്കുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും താൻ പോയി എന്നുള്ളത് ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയുന്നത്. തന്നെ അയച്ചതായ, തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായ എല്ലാ സ്ഥലങ്ങളിലും ഒന്നിടപെടാതെ എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വചനവുമായിട്ട് കടന്നു പോകുവാൻ അപ്പോസ്തലനായ പൗലോസിന് ഇടയായി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും അവസാനം തന്റെ മരണത്തോടടുക്കുന്ന സമയത്ത് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്ന് പറയുവാൻ കാരണം, തന്നെ അയക്കേണ്ടതായ സ്ഥാനത്ത് ദൈവം എവിടെയെല്ലാം തന്നെ അയക്കണമെന്ന് പറഞ്ഞുവോ അവിടെയെല്ലാം താൻ കടന്നുപോയി. ഹല്ലേലൂയ. അതെ, കർത്താവിന്റെ സുവിശേഷം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ലജ്ജ കൂടാതെ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനി അതിന്റെ 16-17 വാക്യങ്ങളൊന്ന് വായിക്കാം. 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അതായത് ഈ പാപിയായ മനുഷ്യന് എങ്ങനെയാണ് ദൈവം നീതീകരിക്കുവാനായിട്ട് ഇടയാകുന്നത് എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെയാണ് ഒരു പാപിയായ മനുഷ്യനെ ദൈവം നീതീകരിക്കുന്നത്? അതിൽ ഒന്നാമത്തേത് സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അത്യന്ത ശക്തി ഒരുവന്റെ മേൽ നിഴലിട്ടെങ്കിൽ മാത്രമേ സുവിശേഷം മുഖാന്തരം ഒരുവൻ രക്ഷയിലേക്ക് കടന്നു വരികയുള്ളൂ. അപ്പോൾ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാനായിട്ട് ഇടയാകണം. 17-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി നമ്മെ ധരിപ്പിക്കും. അപ്പോൾ നാം വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ നീതി നമ്മെ ധരിപ്പിക്കുവാനായിട്ട് ഇടയാകും. ഹൗ? എങ്ങനെയാണ്? വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു എന്ന്. 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കർത്താവിന്റെ രക്ഷയെ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒരുവന് മാത്രമേ അതിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുവാനായിട്ട് ഇടയാകത്തുള്ളൂ. അതിന് ഹല്ലേലൂയ പുതിയ നിയമത്തിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് എഴുതിയിരിക്കുന്നത് എത്ര സ്ഥലത്തുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതെ, 3 സ്ഥലത്ത്. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എസ്കേലാണോ? ഹബക്കുക്കില. അതെ,
പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തും പുതിയ നിയമത്തിൽ 3 സ്ഥലത്തും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹബക്കുക്ക് 2-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അടുത്തത് റോമർ 1:17 നാം വായിച്ചോ. അതിൽ എഴുതിയിട്ടുണ്ട് ഏറ്റവും അവസാനം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ഗലാത്യർ 3:11 വാക്യം. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ന്യായപ്രമാണം എന്താണ് എന്നുള്ളതെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നില്ല. ഒന്നറിയാം, ന്യായപ്രമാണം കൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടുത്തത് എബ്രായ ലേഖനം 10:38 വാക്യം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടുത്ത എന്താണ്? പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നും പിന്മാറുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു രക്ഷകനാണ് എന്ന് സ്വീകരിച്ചിട്ട് അല്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല എന്ന് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ 3 സ്ഥലം, പുതിയ നിയമത്തിൽ 3 സ്ഥലത്ത് നാം കാണുമ്പോൾ ആമേൻ എങ്ങനെ നീതിമാനാകാമെന്ന് റോമാലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഗലാത്യ ലേഖനത്തിൽ എങ്ങനെ നീതിമാനായവൻ എങ്ങനെ ജീവിക്കാമെന്ന് ഗലാത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. എന്താണ് വിശ്വാസമെന്ന് എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, അതിന്റെ ആ ഒരു ക്രമത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജസ്റ്റ് എന്നുള്ളത് റോമാലേഖനത്തിൽ, ഷാൽ എങ്ങനെ എന്നുള്ളത് ഗലാത്യ ലേഖനത്തിൽ, എന്താണ് എന്നുള്ളത് വിശ്വാസം മൂലം എന്നുള്ളത് ബൈ ഫെയ്ത്ത് എന്നുള്ളത് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി 2 കൊരിന്ത്യർ 5:7 വാക്യത്തിൽ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിന്റെ പോർ പൊരുതുവാൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. എങ്ങനെ? പാപിയായ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലം തന്റെ പാപത്തെ ദൈവ തേജസ് ധരിപ്പിച്ചിട്ട് ദൈവം അവനെ നീതീകരിച്ചു നിർത്തുവാൻ ഇടയാകുന്ന അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, പഠിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. നാളത്തെ ദിവസം നമുക്ക് കൂടുതലായി എന്താണ് പാപം, എങ്ങനെയാണ് പാപം ലോകത്തിലേക്ക് വന്നത്, എങ്ങനെയാണ് ആരൊക്കെയാണ് പാപത്തിന്റെ അധീനതയിലായിരിക്കുന്നത് എന്നുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് നാളെ കടക്കുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ 3-ാം അധ്യായം 20-ാം വാക്യം വരെയാണ് പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പൗലോസിന്റെ വാക്കുകൾ ഉള്ളത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്താണ് അതിന്റെ റെമഡി, എങ്ങനെയാണ് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഒരുവനെ രക്ഷിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വൈ ഐ നീഡ് ജസ്റ്റിഫൈ, എന്തിനാണ് എനിക്ക് നീതീകരണം വേണ്ടത്, പിന്നെ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ്, ദൈവത്തിന്റെ ആ നോട്ടം എപ്രകാരമാണ് എന്നുള്ളതും 3:10 വാക്യം ഒന്ന് വായിച്ചാട്ട്. റോമർക്ക് എഴുതിയ ലേഖനം 3:10. നോക്കിക്കേ, ദൈവത്തിന്റെ നോട്ടത്തിൽ ആരാണ്? എന്തില്ല? നീതിമാനായിട്ട് ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 3:23. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. നോക്കിക്കേ, അപ്പൊ ദൈവ തേജസ് ഉള്ളവരായിരുന്നു, പക്ഷെ പാപം മുഖാന്തരം എന്തു പറ്റി? ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് ഇടയായി. 3:19 വാക്യം ഒന്ന് വായിക്കാം. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു.
അടുത്തത് ഏത് വായും അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ആമേൻ. അങ്ങനെ ഏതു വായും അടഞ്ഞ് സകലരും ദൈവസന്നിധിയിൽ ശിക്ഷയ്ക്ക് കാരണമായി തീരേണ്ടതിനത്രേ എന്ന് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് നീതീകരണം ലഭിക്കുകയില്ല എന്നുള്ളത് ഇന്ന് രാത്രി വ്യക്തമായി പറയുകയാണ്. എന്റെ പ്രവൃത്തി കൊണ്ട് ഞാനൊരു നീതിമാനായി തീരത്തില്ല. പക്ഷെ ദൈവം എന്നെ നീതി ധരിപ്പിച്ചെങ്കിൽ, ദൈവത്തിലുള്ള എന്റെ വിശ്വാസം മൂലം ദൈവം എന്നെ നീതി ധരിപ്പിച്ചെങ്കിൽ മാത്രമേ അത് എന്നിൽ സാധ്യമാകുകയുള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആമേൻ, എങ്ങനെയാണ് എല്ലാവരും ഈ അവസ്ഥയിൽ എത്തിയത് എന്നുള്ളത്, ഒന്ന് വിഗ്രഹാരാധന മൂലമാണ് എല്ലാവരും ഈ അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് കാരണമായി തീർന്നത്. അത് 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പേഗൻ വർഷിപ്പ്, വിഗ്രഹാരാധന. അടുത്തത് ധാർമ്മിക ബോധമുള്ളവർ, ദ മോറൽ മാൻ. 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മതഭക്തരായ, ദ റിലീജിയസ് മാൻ, മതഭക്തർ. യേശു ക്രിസ്തുവിന്റെ സമയത്തും മതഭക്തരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് 2-ാം അധ്യായം 17 3-ാം അധ്യായം 8-ാം വാക്യം വരെ അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ അതേഴ്സ്, മറ്റുള്ള എല്ലാവരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ്. അപ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത് അസന്ദിഗ്ധമായി അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഇപ്രകാരം നമുക്ക് ഈ സെഷനോടെ അവസാനിപ്പിക്കാം. നാളെ ആധികാരികമായി വീണ്ടും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചൊല്ലാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.